അനസ് മൗലവി കരഞ്ഞാത്തിയിരുന്ന പ്രശ്നമല്ല ഇത് കേട്ടോ. അനസ് മൗലവി കരയുന്നോളി. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോരിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പോ മൂപ്പര് പറയാണ് ഞങ്ങൾ ഇതാ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി, എന്ത് ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. എന്നാ പിന്നെ എന്തിനാ തൗബ ചെയ്യണ്? പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തൗബയിലും ചതി. എന്തൊരു കഷ്ടം. അപ്പൊ അബ്ബാർ മൗലവി പറഞ്ഞ ശിർക്കന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്. എന്നിട്ടും ശിർക്കല്ല, തെറ്റല്ല. എവിടെയതിൽ ശിർക്ക്? അമ്പലക്കളവിനോട്. എവിടെയതിൽ ശിർക്ക്? അലിമദിനോട്. മനസ്സിലെന്താ? ശിർക്കാണ് എന്നാ. പിന്നെ എന്തിനാ തൗബ ചെയ്യണ്? നിങ്ങൾ കാപ്പട്ടി കാണിച്ചിനാവും തൗബ ചെയ്യണേ അല്ലേ? ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യൻ അതപ്പതിക്കല്. ഇത് നിങ്ങൾ തൗബ ചെയ്താ തീരുവോ? നമ്മളെല്ലാരും പറഞ്ഞല്ലേ, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സലഫി പണ്ഡിതന്മാരും തൗബ ചെയ്യാൻ പറ്റുമോ? തൗബ ചെയ്യലേ തെറ്റ് ബോധ്യപ്പെട്ടോല. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൗബ ചെയ്യാനും പോണില്ല. ഇനി കാണിച്ചോടിക്ക് മൂപ്പര് കൊണ്ട് പറയട്ടെ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം ഞങ്ങൾ തൗഹീദും ഞങ്ങൾ കളിക്കണേ. നിങ്ങൾക്ക് പ്രതിയാകാ, വാദിയാകാ, ജഡ്ജിയാകാ, നിങ്ങൾ പല കോലവും കിട്ടും. അതൊക്കെ നിങ്ങളെ താല്പര്യ. അപ്പോ സ്വലാത്തിനകളിൽ തൗബയിലെ കുഴപ്പമുള്ളൂ, മറ്റോടത്ത് തൗബയിൽ കുഴപ്പമില്ല. എന്തിനായി തൗബ? തൗഹീദ് തെറ്റിയതിന് അതിന് ചെല്ലേണ്ടത് ഷഹാദത്ത് കലിമല്ലേ? എവിടുന്ന നിങ്ങള് സക്കരിയക്ക് പറയാണ്? സക്കരിയന് ശേഷം പറയുന്നുണ്ട് എനിക്കാണ് ഈ കരയാനും അറിഞ്ഞൂടാ. അവൻ വെച്ചോടുക്ക്. വല്ലാത്ത ഒരു കഷ്ടായി പോയിട്ട് കാര്യം. ഒരാൾക്ക് കരയാനെങ്കിൽ ഇയാൾക്ക് അതും അറിയില്ലേ? നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്. അനസ് പോയി കരഞ്ഞതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മാറുമോ? നമ്മളെല്ലാരും പോയി ഇപ്പൊ കരയണമെന്നാ പറയണത്. പറ്റുമോ? എനിക്കാണെങ്കിൽ അങ്ങനെ അഭിനയിച്ചോണ്ട് കരയാനും അറിഞ്ഞൂടാ. ഞാനുള്ള പ്രശ്നം പദ സക്കരിയ സലാഹി കരയണില്ല, അബ്ദുറഹ്മാൻ സലഫി കരയണ്, ഹനീഫ കരയണ്, അനസ് കരയണ്. എന്തിനാ കരയുന്നത്? ആ കരച്ചിലിൽ തന്നെ തട്ടിപ്പ് കണ്ടോ നിങ്ങള്? ഞങ്ങൾ ആ വിശ്വാസം മനസ്സിൽ പേറിയിട്ടില്ല, ഒരു കാലത്തും പേറിയിട്ടില്ല. അപ്പൊ ന്യായീകരിക്കുമ്പോഴും മനസ്സിലെന്താണുള്ളത്? എങ്ങനെ അത് സാധിക്കാം? മനസ്സിൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്ന് പറയും ചെയ്യും. എന്തൊരു കാപട്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ കാപട്യം നമ്മക്ക് ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുറ്റം. ഏതായാലും ഒക്കെ കണക്കാം. ഇതാണ് അവസ്ഥ. ഇനി നിങ്ങൾ ഇവര് തമ്മിൽ ഫൈറ്റിംഗ് എന്ന് തുടങ്ങി കേട്ടോ. ഇനി കായക്കൊടി ഹനീഫയും സക്കരിയവും കൊമ്പ് കോർക്കാൻ തന്നെ പോവുകയാണ്.
കാണിച്ചു തരാം. കായക്കൊടിയുടെ പരാതി എന്താണെന്നറിയോ? എന്തിനാ നിങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തു എന്ന് പറഞ്ഞത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഴി അറിയാതെ ഒരു സമയത്ത് വിട്ടുപോയി. നമ്മക്കത് മനസ്സിലാക്കുന്നത് അറിയോ? നമ്മൾ ഈ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ കാറും ബസ്സിലുമായിട്ടാ. പണ്ട് നടത്തൊക്കെ ഒട്ടകവും കുതിരൊക്കെയാണ്. വിജനമായ മരുഭൂമിയിൽ വഴി അറിയാതെയായി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചു, യാ ഇബാദല്ലാഹി അഈനൂനി. ഇങ്ങനെയുള്ള തെളിവുകൾ കായക്കൊടി ചോദിച്ചു. എന്തിനാ അത് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്? ജനങ്ങൾ വിചാരിക്കുന്നതൊക്കെ ശരിയാണ്. സക്കരിയ സലായിനെ ഉപദേശിച്ചു. സക്കരിയ സലായിനെ മറുപടി ഒന്ന് കേട്ടോളൂ. അയാളെ ചോദ്യം രണ്ടും കൂടി. സക്കരിയ സലായിനെ ചെയ്താണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് കേൾപ്പിച്ചു. ഇത് അനുവദനീയമാണ് എന്ന് പ്രമാണങ്ങളില്ലാതെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുടെ തെളിവുകൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഇത് ശിർക്കാണെന്ന് പറയാനോ, വസീലത്തിനുള്ള ശിർക്കാണെന്ന് പറയാനോ, ചെയ്യാമെന്ന് പറയാനോ, ചെയ്യരുതെന്ന് പറയാനോ? എന്തിനാ ജായിസാന്നുള്ള ഫത്വ കൊണ്ടുവന്നത്? ചെയ്യരുതെന്ന് പറയാൻ, ശിർക്കല്ല എന്ന് പറയാൻ. അതിനാണ്. എന്തിനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തു എന്ന് പറയുന്നത്? എന്തിനാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക് സനദ് ചോദിച്ചിട്ടേ ഉള്ളൂ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? നിങ്ങളത് ശിർക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഇമാം അഹ്മദിന് തൗഹീദ് തിരിഞ്ഞില്ല എന്ന് വരും. അതിനെന്നെ കൊണ്ടുവന്നത് ചെയ്യാമെന്ന് പറയാനാണോ, ചെയ്യരുതെന്ന് പറയാനാണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന ഒരു ചിന്തയുണ്ടായാൽ, ഇമാം നവവി ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്താൽ എന്തുകൊണ്ട് എന്ന ചിന്തയുണ്ടായാൽ, ഏറ്റവും ചുരുങ്ങിയത് ഈ തൗഹീദ് അംഗീകരിച്ച സമൂഹത്തിൽ ജീവിക്കുകയും ഈ തൗഹീദിന് വേണ്ടി ത്യാഗം സഹിച്ച പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മനസ്സിലാക്കി തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്ത പാവപ്പെട്ട മുജാഹിദുകളെ വസീലത്തുൽ ശിർക്കിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അത് പറയുന്നവരല്ലേ വസീലത്തുൽ ശിർക്കാം. അഹ്മദ് നമ്പർ വസീലത്തുൽ ശിർക്ക് എന്നാണോ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്? യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ഇതാണ് ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കല്. ഇമാം അഹ്മദ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞ എന്തിനാ? ഇമാം അഹ്മദ് ചെയ്തു നമ്മൾ പറഞ്ഞല്ല, ഇമാം അഹ്മദ് ചെയ്തില്ലേ, അപ്പൊ മരിച്ചവരെ വിളിക്കാൻ തെളിവല്ലേ എന്ന് അപ്പുറത്തുനിന്ന് പറഞ്ഞതാ. ആര് പറഞ്ഞു? മുസ്ലിയാക്കന്മാര് പറയാണ്, മണ്ണാർക്കാട് പറഞ്ഞു. ഞങ്ങൾ പഠിപ്പിച്ചു നിങ്ങളെ. ഇപ്പൊ നിങ്ങൾ നമ്മൾ തല്ലായി. ഇപ്പോൾ ഞങ്ങൾ കണ്ടാസ്വദിക്കുകയാണ്. അനുയായികളെ മാറിപ്പോന്ന് അവിടെ തല്ല, അവിടെ തീരുമാനമായിട്ടില്ല. ഇനി നെക്സ്റ്റ് എടുക്ക്. ഏതൊക്കെ ഇമാമിയങ്ങൾ ചെയ്തു എന്നല്ലേ ഞാൻ പറയുന്നില്ല. സക്കരിയ സലായി കറക്റ്റ് ആയിട്ട് പറയുന്നു കേട്ടോ. ഏത് വിജനപ്രദേശത്ത് നിന്ന് വഴിയറിയാതെയായപ്പോൾ മഹാന്മാരായ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം, അല്ലാഹനല്ല അടിമകളെ സഹായിക്കണം എന്ന് വിളിച്ചു പറഞ്ഞ ഇമാമിയങ്ങൾ ഒന്നല്ല രണ്ടല്ല. സക്കരിയ സലൈ അതിന്റെ പട്ടിക നിരത്തുന്നുണ്ട്. ഇപ്പൊ ഞമ്മക്കൊരു പണിയില്ല, ഇവര് പറഞ്ഞോളൊക്കെ അള്ളാനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ഈ കേരളത്തിൽ നിങ്ങൾ പ്രസംഗിച്ചില്ലേ? അള്ളാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയാ. പറയൂ സക്കരിയ സലൈ, ഞങ്ങളെ തെളിവുകളാണ് പറഞ്ഞോളൂ. പറയൂ. അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി യഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷേ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല? ഒരു പ്രാർത്ഥനല്ല. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സൈദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഇലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സ്വൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും
ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന ഗ്രന്ഥത്തിലും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇനി ലഈഫ് ആണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-വിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ ഭരണോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ആ ഉറപ്പ് നിങ്ങൾ നിന്നാ മതി. നാളെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇസ്തിയാത്ത ചെയ്യിപ്പിച്ചുതരാം. അത് വിടരുത്, ആ ആശയം വിടരുത്. ഇമാമിങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇർത്തക്കപത്ത് എന്ന് ചലിപ്പിച്ചിറങ്ങണം. പകുതി ശരിയായി.